ഇതാണ് ഗംഗാബോണ്ടത്തിൻ്റെ തേങ്ങ. ഈ തേങ്ങയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് പപ്പായയുടെ ഷേപ്പാണ്. അതായത് രണ്ടറ്റവും കൂർത്തിട്ട് നടുഭാഗം വികസിച്ചിട്ടാണ് വരിക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ചകരിക്കാനും വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തേങ്ങയുടെ ഉള്ളിലുള്ള ആ പരിപ്പിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പൊതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടൻ തേങ്ങയുടെ ഉള്ളിലുള്ളതിനേക്കാളും കൂടുതലായിരിക്കും ഇതിൻ്റെ പരിപ്പ്. ഏകദേശം ഒരു 500 ഗ്രാം വരെ ഇതിന് വെയിറ്റ് ഉണ്ട്. 400 മുതൽ 500 ഗ്രാം വരെ വെയിറ്റ് ഉണ്ടാവും. സുഹൃത്തുക്കളെ, ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേരളത്തിലൊരു പുതിയ തെങ്ങിനെയാണ്. അതായത് ഗംഗാബോണ്ടം തൈ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കർഷകർ സാധാരണയായിട്ട് കൃഷി ചെയ്ത് വരുന്ന കാണുന്നുണ്ട്. വളരെ കൗതുകകരമായിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന ഒരു തെങ്ങാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഗംഗാബോണ്ടം തെങ്ങിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നമ്മുടെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നമ്മളിന്ന് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്ത് നമ്മുടെ ഫിറോസ് ഖാൻ്റെ നഴ്സറിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫിറോസ് ഖാനോട് തന്നെ ചോദിക്കാം. എന്തായാലും ഇതുവരെ തന്ന സപ്പോർട്ടോടു കൂടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാം. ഫിറോസ് ഖാൻ, എന്താണ് ഇങ്ങനൊരു ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായൊരു സാഹചര്യം എന്താണ്? ഞാനൊരു 3 വർഷം മുമ്പേ, അതായത് 2017 ലാസ്റ്റിലാണ് ഈ ഒരു ഗംഗാബോണ്ടം എന്ന് പറയുന്ന ഒരു ഇനത്തെ ഞാൻ പരിചയപ്പെടുന്നത്. പൊള്ളാച്ചിയിലെ മീനാക്ഷിപുരത്തിനടുത്ത് ഒരു തോട്ടം, ഒരു ചെറിയൊരു തോട്ടമാണ്. അവിടെ ഏകദേശം ഒരു 10-300ഓളം തെങ്ങുള്ള ഒരു തോട്ടത്തിൻ്റെ ആ ഒരു മനോഹാരിത കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു തെങ്ങിനെ കൂടുതൽ സപ്ലൈ ചെയ്താൽ എന്താണെന്ന് ആലോചിക്കുകയും ആ ഒരു തെങ്ങിനം ആളുകളിലേക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തത്. അവിടെ ശരിക്കും തെങ്ങ് കായ്ച്ചു നിൽക്കുന്നതാണോ അതോ അതുപോലെ തെങ്ങിൻ തൈകൾ സപ്ലൈ? അല്ല, അവിടെ തോട്ടമായിരുന്നു. തെങ്ങ് കാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഹൈറ്റിൽ ഏകദേശം ഒരു 15 വർഷത്തിലധികം പ്രായമുള്ള തെങ്ങുകൾ വളരെ മനോഹരമായിട്ട് കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഗംഗാബോണ്ടം എന്ന് പറയുന്ന ഒരു തെങ്ങിനത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഒരു 3 വർഷം മുമ്പേ ഈ ഒരു തെങ്ങ് സപ്ലൈ ചെയ്യാൻ വളരെ ചെറിയ രീതിയിൽ അന്ന് അവിടെ ഉള്ള ഒരു 10-300 തെങ്ങിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ വിത്ത് തേങ്ങ എടുത്തിട്ട് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ തുടങ്ങിയ സമയത്ത് വളരെ ചെറിയ രീതിയിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഒരു മാസം ഒരു 1000-1500 തെങ്ങുകൾ മാത്രമായിരുന്നു സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സപ്ലൈ ചെയ്തു ഏകദേശം ഒരു 1-1.5 വർഷം നമ്മൾ വളരെ സ്ലോ ആയിട്ട് സപ്ലൈ ചെയ്തു. അവിടുത്തെ ഒരു തെങ്ങ് തന്നെ എടുത്തിട്ട് തേങ്ങ തന്നെ എടുത്തിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്തത്. അപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞ സമയത്ത് നമ്മൾ മക്കരപ്പറമ്പിൽ ഷംജിത്ത് എന്ന് പറയുന്ന ഒരു കസ്റ്റമറിന് ഈ ഒരു സാധനം കൊടുത്തിരുന്നു. വെറും 1.5 വർഷം. അതെ. ഈ വെറും 1.5 വർഷം കൊണ്ട് നമ്മൾക്ക് അത് കായ്ച്ചു എന്നുള്ളത് തന്നെ അത് നമ്മൾക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ ആൾക്ക് കൊടുത്തത് 2.5 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷെ ആൾ 1.5 വർഷം കഴിഞ്ഞ സമയത്ത് നമ്മൾക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ട് ആൾ പറഞ്ഞു ഇത് കായ്ച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ നമ്മൾക്ക് അവിടെ ഒരു 2 ഏക്കർ സ്ഥലം നമ്മുടെ തെങ്ങിൻ തൈകൾ വെക്കാനുള്ളൊരു സ്പേസ് വരെ ആൾ അറേഞ്ച് ചെയ്ത് തന്നു. കാരണം ആൾക്ക് ഈ ഒരു നമ്മൾക്ക് കിട്ടിയ ആ റിസൾട്ടിൽ ആൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ആൾ 150ഓളം തെങ്ങ് നട്ടതിൽ ഏകദേശം ഒരു 125ഓളം തെങ്ങ് ഇപ്പോൾ ഓൾറെഡി കായ്ച്ചിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് 3 വർഷമായി. 3 വർഷം കൊണ്ട് 150 അതിൽ തന്നെ കായ്ക്കാത്ത തെങ്ങുകൾ എന്ന് പറയുന്നത് പരിചരണ കുറവ് കൊണ്ട് കുറച്ച് ശേഷി കുറഞ്ഞ തെങ്ങുകളാണ്. അതും ഇപ്പം ഓൾറെഡി ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെ അല്ലേ? ശരിക്കും ഗംഗാബോണ്ടം തയ്യേ യഥാർത്ഥത്തിൽ അതിൻ്റെ കായ്ക്കുന്ന സമയം 2.5 വർഷമാണോ? 2.5 വർഷമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ 1.5 വർഷം കൊണ്ട് റിസൾട്ട് കിട്ടിയ ഒട്ടനവധി പേരുണ്ട്. അതായത് വെറും 18 മാസം കൊണ്ട്. ഇപ്പം നമ്മൾക്കറിയാം, നമ്മളിപ്പം ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും നമ്മളിപ്പം മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പലരും കമൻറ്റ് ചെയ്യുന്നത് 3 വർഷം കൊണ്ട് തെങ്ങ് കായ്ക്കില്ല, 4 വർഷം കൊണ്ട് പോലും കായ്ക്കില്ല എന്നാണ്. പക്ഷേ നമ്മൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും 1.5 വർഷം കൊണ്ട് വരെ കായ്ച്ച ആളുകൾ, അതായത് 18 മാസം കൊണ്ട് വരെ കായ്ച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കായ്ച്ചിട്ടുണ്ട്. അത് ഗംഗാബോണ്ടം തെങ്ങിന്റെ ഒരു ഒറിജിൻ എവിടെയാണ്? ഗംഗാബോണ്ടം എന്ന് പറയുന്നത് ആന്ധ്ര ഒറിജിനാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പുറത്തുനിന്ന് വന്ന തായ്ലൻഡിൽ നിന്നോ മലേഷ്യയിൽ നിന്നോ വന്ന ഒരു വെറൈറ്റിയാണ്. അത് വന്നിട്ട് അത് ആന്ധ്രയിൽ ഡെവലപ്പായി. ഇപ്പം ആന്ധ്ര ആ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. ശരിക്കും ഗംഗാബോണ്ടം ഈ ഒരു പുതിയ തെങ്ങല്ല. അല്ല, ഒരിക്കലും അല്ല. കാരണം പൊള്ളാച്ചിയിൽ ഒരു 15 വർഷമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത്രയും കാലം മുതൽ തന്നെ കർഷകർ ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ അതിൽ കുള്ളൻ വെറൈറ്റികളിൽ പ്രധാനമായിട്ട് പറയുന്നത് ഗംഗാബോണ്ടം, മലേഷ്യൻ പച്ച, മലേഷ്യൻ മഞ്ഞ, മലേഷ്യൻ ഓറഞ്ച് എന്നൊക്കെയാണ് പറയുന്നത്. ഗംഗാബോണ്ടം ഓൾറെഡി അവർ ഒരു 10-15 വർഷമായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ ഓൾറെഡി അവർ 15 വർഷം മുമ്പേ തന്നെ അതിൽ പറയുന്നുണ്ട്. ഗംഗാബോണ്ടം എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റി അല്ല.
അല്ല. അല്ല. പക്ഷെ കർഷകർ ഈ അടുത്ത കാലത്തായിരിക്കാം എനിക്ക് തോന്നുന്നു അല്ലേ കൂടുതലായിട്ട് ഇതിനെ ശ്രദ്ധിച്ചു തുടങ്ങിയതും. കുള്ളൻ വെറൈറ്റികളിൽ മലേഷ്യനാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഇങ്ങനെ മലേഷ്യൻ തെങ്ങ് എന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ഒരു സർവ്വസാധാരണമായി കേട്ടിട്ടുണ്ട്. അതെ. അതിൽ ഈ മലേഷ്യൻ എന്ന് പറയുന്ന ഒരു ഇതിൽ കുറച്ച് ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മലേഷ്യൻ കുള്ളൻ തെങ്ങും തൈകളായിരുന്നു സപ്ലൈ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ മലേഷ്യൻ കുള്ളൻ തെങ്ങും തൈയുടെ ഒറിജിൻ തപ്പിപ്പോയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ന് കേരളത്തിൽ സപ്ലൈ ചെയ്യുന്നതിൽ ഒരു 90% വ്യാജ തൈകളാണ്. അത് കന്യാകുമാരി, അതായത് നാടൻ തെങ്ങും തൈകളാണ് കുള്ളനാന്നും പറഞ്ഞിട്ട് വിതരണം ചെയ്യുന്നത്. അപ്പം മലേഷ്യൻ കുള്ളൻ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പൊള്ളാച്ചിക്കടുത്ത് കല്ലാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു തോട്ടം മാത്രമേ ഉള്ളൂ മലേഷ്യൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു തോട്ടം എന്ന് പറയാൻ നമ്മൾക്ക് ഇന്ന് ഇന്ത്യയിൽ. അത് ശരിക്കും പറഞ്ഞാൽ അത് കുള്ളനുമല്ല, അത് സെമി ടോളാണ്. അത് സെമി ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം WCT എന്ന് പറയും, വെസ്റ്റ് കോസ്റ്റ് ടോള് അല്ലെങ്കിൽ നാടൻ വെറൈറ്റികൾ നെടിയ ഇനങ്ങളാണ്, നീണ്ടുപോകുന്ന ഇനങ്ങളാണ്. പക്ഷേ ഈ മലേഷ്യ എന്ന് പറയുന്നത് സെമി ടോളാണ്, അതായത് കുള്ളൻ്റെയും നാടൻ്റെ ഇടയിൽ വളർച്ചയുള്ള ഒരു ഇനമാണ്. അപ്പോൾ ആ ഒരു ഇനത്തിനെ നമ്മൾ അന്വേഷിച്ച് പോയ സമയത്ത് ഇത് ഇത്രയൊന്നും പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു ഇനമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോടെ തന്നെ ഈ ശ്രീകുമാറിനോട് തന്നെ സംസാരിച്ച സമയത്ത് ആൾ പറഞ്ഞത് നമ്മുടെ തയ്യാന്നും പറഞ്ഞിട്ടാണ് കേരളത്തിൽ പലരും ഈ ഒരു സാധനം മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ 90% വ്യാജ തൈകളാണ്. ഈ വ്യാജ തൈകൾ തിരിച്ചറിയാൻ നമ്മൾക്ക് ഒരു എക്സ്പേർട്ടിന് മാത്രമേ സാധിക്കുള്ളൂ. അത് നമ്മൾ ഈ തെങ്ങും തൈകളുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇത് നാടൻ തൈയാണോ അതല്ല കുള്ളൻ തൈയാണോ എന്ന്. ഏകദേശമാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാലും ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഇതിപ്പോൾ കുള്ളൻ തെങ്ങും തൈ ആണെങ്കിൽ ഇതിൻ്റെ ഇല ശരിക്കും പറഞ്ഞാൽ ഒരു കൂവയുടെ ഇല പോലെ വളരെ വീതി കുറഞ്ഞിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിരിക്കും, ഒരു ഉദാഹരണം. പിന്നെ ഇതിൻ്റെ ഈ ഒരു വീക്കട്ട് എന്ന് പറയും നമ്മൾ, ഈ ഒരു വീക്കട്ട് മറ്റേതിനേക്കാണ് ഇച്ചിരി കൂടി വിടർന്നായിരിക്കും നാടൻ തെങ്ങും തൈയുണ്ട്. ഇതിൻ്റെത് ഇത് ഈ രീതിയിൽ അടുത്തായിരിക്കും. അതെ. പിന്നെ ഇതിൻ്റെ ഈർക്കിലിൻ്റെ അകലം എന്ന് പറയുന്നത് നാടൻ തെങ്ങും തൈ ആണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ഇലയുടെ വീതി നാടൻ തെങ്ങും തൈക്ക് കൂടുതലായിരിക്കും. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. പിന്നെ ഇതിന്റെ കടവണ്ണം, നാടനാണെങ്കിൽ കടവണ്ണം തുടക്കത്തിൽ തന്നെ നല്ല കടവണ്ണം ഉണ്ടായിരിക്കും, ഇതിന് കടവണ്ണം കുറവായിരിക്കും. ഇതാണ് കുള്ളനും നാടനുമായിട്ട് നമ്മൾക്ക് വേർതിരിച്ചറിയാനുള്ള. ഗംഗാബോണ്ടമാണെങ്കിലും ശരി, നമ്മുടെ മലയനാണെങ്കിലും ശരി അല്ലേ, മലയനാണെങ്കിൽ ഒരു കോമൺ ഇതല്ലേ ഇത് നമ്മുടെ കുള്ളൻ. മലയന് സെമി ടോളാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിലേക്ക് പോകും. മനസ്സിലായില്ല? അതായത് ഇതിനേക്കാണ് ഇച്ചിരി കൂടി മലയന് ഒരുവിധം കടവണ്ണം ഉണ്ടാവും. ഒരു നാടൻ തെങ്ങുന്തയുടെ കടവണ്ണം മലയനുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇലയുടെ വീതി ഇച്ചിരി കൂടി കൂടുതലായിരിക്കും. ഇപ്പം ഇതിൽ നമ്മൾക്ക് കുള്ളൻ എന്ന് പറയാൻ ഒന്ന് ഗംഗാബോണ്ടം, പിന്നെ ചാവക്കാട് പച്ച, ചാവക്കാട് മഞ്ഞ, ചാവക്കാട് ഓറഞ്ച്, മലയൻ ഓറഞ്ച്, മലയൻ മഞ്ഞ. ഇതാണ് പ്രധാനമായിട്ട് ഇന്ത്യയിലുള്ള കുള്ളൻ ഇനങ്ങൾ. ഈ കുള്ളൻ ഇനങ്ങൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. പിന്നെ 7ാമത്തെ ഓലയിൽ ഇതിന്റെ കിളിയോല വിരിയും. കിളിയോല എന്ന് പറയാൻ ഓല സെപ്പറേറ്റ് ആവുന്ന കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അത് നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ടാവില്ല, നമുക്ക് അത് മുകളിലോട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇതിൽ ഉണ്ടാവില്ല. ഇതിലിപ്പോൾ ഒരു 5 ഇല ആയിട്ടേ ഉള്ളൂ. 7ാമത്തെ ഇല വിരിയുമ്പോഴേക്ക് ഇതിന്റെ ഓല സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങും. ഇതിൽ ഞാൻ കാണിച്ചു തരാം, നോക്കി നോക്ക്. ഇതിൽ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണിത്, കണ്ടില്ലേ? ഇതിൻ്റെ ഒരു പാർട്ടീഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഇതിപ്പോൾ ഇല എന്ന് പറയുന്നത് തുടക്കത്തിലൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് തന്നെയായിരിക്കും, ജോയിൻ്റ് തന്നെയായിരിക്കും. ഇതിൻ്റെ ഒരു പാർട്ടീഷൻ്റെ ചെറിയൊരു ഇത് തുടങ്ങി. ഇനി അടുത്ത ഇലയാകുമ്പോഴേക്കും ഇത് ഏതാണ്ട് പൂർണ്ണമാവും. അപ്പോൾ അതാണ് ഒരു ഇതാണ്. മറ്റേത് എന്താന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15-16ാമത്തെ ഓലയിലാണ് നാടൻ തെങ്ങും തൈയിൽ പാർട്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ഗംഗാബോണ്ടം തൈകള് ശരിക്കും നമ്മൾ ഇവിടുന്ന് കാര്യമായിട്ട് അതാണല്ലോ കൊടുക്കുന്നത്. അതെ. അപ്പോൾ അത് ഒരു കസ്റ്റമർ വാങ്ങിക്കൊണ്ട്, കസ്റ്റമറെ സംബന്ധിച്ചിട്ട് ഈ തെങ്ങും തൈ വെക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ്? അത് അയാൾക്ക് ഇതില് മെച്ചം എന്താ? പ്രധാനമായിട്ട് ഇപ്പം ഗംഗാബോണ്ടം ആളുകൾ വെക്കാനുള്ള കാരണം ഒന്ന്, ഇത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കായ്ച്ചു തുടങ്ങുന്നുള്ളതാണ്. അപ്പം നാടൻ തെങ്ങും തൈ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5-6 വർഷമെങ്കിലും എടുക്കും അത് കായ്ക്കാൻ. ഇപ്പം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നാടൻ തെങ്ങാണ്. ഏകദേശം ഒരു 8 വർഷം, ഇത് താഴത്ത് 8 വർഷം, ഒരു 8 വർഷം പ്രായമുള്ള, 8 വർഷം അല്ല, ഒരു 10 വർഷം പ്രായമായിട്ടുണ്ടാവും. ഇതുവരെ കായ്ച്ചിട്ടില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ സ്ഥാനത്ത് ഒരു ഗംഗാബോണ്ടം തയ്യാ വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും
ഒരു 1.5 വർഷം മുതൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ കായ്ച്ചു തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായ പരിചരണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോഴേക്കും ഗംഗാബോണ്ടം തീർച്ചയായിട്ടും കായ്ക്കും. ഈ ഗംഗാബോണ്ടത്തിൻ്റെയും നമ്മളിപ്പോൾ കാണിച്ച നാടൻ തെങ്ങിൻ്റെയും തേങ്ങയിൽ പ്രകടമായ വ്യത്യാസം, അതിൻ്റെ ഗുണങ്ങളിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൽ ഓയിൽ കണ്ടൻറ്റ് ഏതാണ്ട് നാടൻ തേങ്ങയുടെ അതേ ഓയിൽ കണ്ടൻറ്റ് ഈ ഗംഗാബോണ്ടത്തിൽ കിട്ടും. അതായത് ഗംഗാബോണ്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഗംഗാബോണ്ടം ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്നത് ഇളനീർ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഇളനീരാണ് ഗംഗാബോണ്ടത്തിൻ്റെ ഇളനീര്. അതേപോലെ തന്നെ നിങ്ങൾക്ക് തേങ്ങയായിട്ട് വേണമെങ്കിൽ തേങ്ങയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. കാരണം ഓയിൽ കണ്ടന്റ് കൂടുതൽ തേങ്ങ കറിക്കരയ്ക്കാനും അതല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ആവശ്യത്തിനും. വലിപ്പത്തിൻ്റെ കാര്യത്തിലോ എന്താണ് അതിൻ്റെ ഒരു വലിപ്പത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പപ്പായ ഷേപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തേങ്ങ കാണിച്ചു തരാം. ഇപ്പോൾ അതായത് നീണ്ട് പപ്പായയുടെ ആകൃതിയാണ് ഇതിൻ്റെ തേങ്ങകൾ. ഉരുണ്ട തേങ്ങകൾ വളരെ റെയറായിട്ട് മാത്രമാണ് ഗംഗാബോണ്ടത്തിൽ ഉണ്ടാവുള്ളൂ. അതെ. ഇന്നിപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നതിൽ ഒരു 95% 10 തെങ്ങും തൈകളാണ് വിതരണം ചെയ്യുന്നത്. അതായത് കേരളത്തിൽ എവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും 10 തെങ്ങും തൈകൾ നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പം നമ്മൾക്കുണ്ട്. ഏകദേശം 15ഓളം വണ്ടികൾ ഇപ്പം നമ്മൾക്ക് നിരന്തരമായിട്ട് ലൈനിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡെലിവറിയുടെ ചാർജും മറ്റേ ഇതൊക്കെ വരുമോ? എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മളിപ്പം 3000 രൂപക്കാണ് ഡെലിവറി കൊടുക്കുന്നത്. അതായത് 300 രൂപക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. അതിൽ ഡെലിവറി ചാർജ് നമ്മൾ വാങ്ങിക്കുന്നില്ല. അവർ സൈറ്റിൽ അവരുടെ വീട്ടിൽ കൊടുക്കുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് കൊടുക്കുന്നത്. അവർക്ക് ആ ബില്ല് അവിടെ കൊടുക്കുന്ന സമയത്ത് ക്യാഷ് അവിടെ കൊടുത്താൽ മതി. മുൻകൂറായിട്ട് ഒരു പൈസ പോലും നമ്മൾ വാങ്ങിക്കുന്നില്ല. അത് ഏറ്റവും ഗുണമേന്മയുള്ള തൈകൾ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ട് ഒരാൾ 10 തൈകൾ കൊണ്ടുപോയാൽ ഇപ്പോൾ അയാൾക്ക് ഇതിനുള്ള അതായത് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടോ? അല്ല, നമ്മൾക്ക് കോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 18 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തെങ്ങിന് എന്തെങ്കിലും വളക്കുറവ് കൊണ്ടോ എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ കസ്റ്റമർ കെയറിൽ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ കെയറും സർവീസും എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം ഉപയോഗിക്കുന്ന പല നമ്പറുകളും 3 വർഷമായിട്ടും ലൈവായിട്ടിരിക്കുന്ന നമ്പറുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബില്ലിൻ്റെ അടിയിൽ നമ്മൾ ഇതിൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള യാതൊരു കേടുപാടുകൾക്കും നമ്മൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. കാരണം 2 ദിവസം നനച്ചിട്ടില്ലെങ്കിൽ ഉണങ്ങിപ്പോകാവുന്ന ഒരു സാധനമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് തുടർച്ചയായിട്ട് എല്ലാ സമയത്തും വെള്ളം വേണമെന്നുണ്ടോ? എന്താണ് ഇതിൻ്റെ? തീർച്ചയായിട്ടും ഇത് ഡെയിലി നനച്ചിരിക്കണം. കാരണം ഇതിൻ്റെ വേര് പടലം ഈ നാടൻ തെങ്ങിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ്. കാരണം തൈയുടെ വളർച്ച പോലെ തന്നെ വേര് പടലവും കുറച്ച് വളർച്ച കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ള വെള്ളം, വളം, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ കിട്ടിയിരിക്കണം. നമുക്ക് നിങ്ങളുടെ ഇവിടെയുള്ള ഏതൊക്കെ ഐറ്റം തെങ്ങുകളുടെ നിന്ന് പരിചയപ്പെട്ടാലോ? ഇത് ഗംഗാബോണ്ടം തെങ്ങിൻ തൈകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇനത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് ഇലയുടെ വളരെ വീതി കുറവുള്ള അതാണ്. പിന്നെ കടവണ്ണം കുറവായിരിക്കും. പിന്നെ വളർച്ച നാടൻ തെങ്ങിൻ തൈയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ വളരുന്നതിനനുസരിച്ച് ചെറുതായിട്ട് കടവണ്ണം കൂടി വരും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അപ്പോൾ നാടൻ തെങ്ങാണെങ്കിൽ നാടൻ തെങ്ങിൻ്റെ കടഭാഗം ബൾബാകൃതിയിലാണ് ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കടഭാഗം വളരെ വണ്ണം കുറഞ്ഞിട്ട് സാവധാനം മുകളിലോട്ട്, തെങ്ങ് വളരുന്നതിനനുസരിച്ച് സാവധാനം മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് വണ്ണം കൂടി വരികയും ചെയ്യാം. ഇതിൻ്റെ കടഭാഗം അല്ലേ? അതെ. ഇത് മലയൻ ഓറഞ്ച് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് ഇളനീർ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് പൊതുവേ തേങ്ങക്ക് വലിപ്പം കുറവായിരിക്കും. ഇത് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് ഇളനീർ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ചകിരിക്കനം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും അല്ലേ? കാരണം ഇളനീരിനായിട്ടുള്ള ഒരു പർപ്പസ് കൊണ്ട് ഇതിന്റെ മധുരം കൂടുതലാവും അല്ലേ? മധുരം കൂടുതലാണ്. മലയൻ മഞ്ഞ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത, ഇതിന് പപ്പായ ഷേപ്പിൻ്റെ ആയിരിക്കും തേങ്ങ. അതിൻ്റെ തേങ്ങക്ക് നല്ല മഞ്ഞ കളറായിരിക്കും. നിങ്ങൾ പട്ടയുടെ കളർ കാണുന്ന പോലെ തന്നെ നല്ല മഞ്ഞ കളറായിരിക്കും തേങ്ങക്ക്. പിന്നെ ഇളനീർ ആവശ്യത്തിന് പുറമെ തേങ്ങയുടെ ആവശ്യത്തിനും കൂടി യോജിച്ചതിനുമാണ്. മലയൻ ഹൈബ്രിഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് മലയൻ പച്ച. മലയൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ മലേഷ്യൻ തെങ്ങും മലേഷ്യൻ പച്ചയും അതേപോലെ തന്നെ കുറ്റ്യാടി അല്ലെങ്കിൽ WCTയും തമ്മിലുള്ള ക്രോസ് ആണ് ഇത്. അതെ. പരാഗണം നടത്തിയിട്ട് കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് 1 വളർച്ചാ നിരക്ക് വളരെ കൂടുതലായിരിക്കും. 2 ഈൽഡ് വളരെ കൂടുതലായിരിക്കും. നമ്മളെ ഇത് വരുമ്പോൾ
ഇത് മലയൻ പച്ച എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് സെമി ടോളാണ്. ഇത് 3 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങും. നിങ്ങൾക്കറിയാം. മലേഷ്യൻ തെങ്ങ്. ഇതാണ് മലേഷ്യൻ കുള്ളൻ എന്ന് പറയുന്ന ഇനം. ഇതാണ് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു 1 2 3 4 5 അഞ്ചാമത്തെ ഓല മുതൽ ഇത് സെപ്പറേറ്റ് ആവാൻ തുടങ്ങി. കണ്ടില്ലേ? മറ്റേതാണെങ്കിൽ 12 13, നാടാണെങ്കിൽ 12 മുതൽ 13 വരെ ഓലയിലും സെപ്പറേറ്റ് ആവില്ല. ഈ നമ്മളുടെ ഇപ്പൊ ഇവിടെ ഈ നഴ്സറി എത്ര സ്ഥലത്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പം നമ്മളിപ്പം പുതുതായിട്ട് ഇപ്പോൾ സ്ഥലം പർച്ചേസ് ചെയ്താണ്. 3 മാസമായിട്ടുള്ള ഇവിടെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇവിടെ 10 ഏക്കർ സ്ഥലമാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടോ? ഗംഗാബോണ്ടം അതേപോലെ തന്നെ കുറ്റ്യാടി തെങ്ങുംതൈയുടെ പ്രൊഡക്ഷൻ മാത്രമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മാത്രമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 150ഓളം കുറ്റ്യാടിയുടെ കൃഷി വകുപ്പ് അടയാളപ്പെടുത്തിയ മദർ പ്ലാന്റ്സ് ഇപ്പം നമുക്കിവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ വലിയ തെങ്ങുകൾ വലിയ തെങ്ങുകൾ ഇത് കുറ്റ്യാടിയുടെ മദർ പ്ലാന്റ്സ് ആണ്. കൃഷി വകുപ്പ് അടയാളപ്പെടുത്തിയ തെങ്ങുകളാണ്. ഔദ്യോഗികമായിട്ട് ഒറിജിനൽ ആണെന്നുള്ള അത് തീർച്ചയായിട്ടും അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ മദർ പ്ലാന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 3 മാസം പ്രായമായ ഗംഗാബോണ്ടം കുള്ളൻ തെങ്ങ് തൈകളാണ്. അപ്പോൾ അതിൽ ചോദിക്കേണ്ട, അതായത് ശരിക്കേ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇതിന്റെ തുടക്കം മുതൽ എന്താണ് ചെയ്യുന്നത്? അതായത് നമ്മളൊരു ഇവിടുന്ന് മുളപ്പിക്കുകയാണോ അതോ പുറമേ നിന്ന് കൊണ്ടുവരികയാണോ? അല്ല, നമ്മൾക്ക് ഇത് തേങ്ങയായിട്ട് കൊണ്ടുവരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ചെക്ക് പോസ്റ്റിൽ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ തോട്ടങ്ങൾ എടുത്തിട്ട് തോട്ടത്തിൽ തന്നെ തേങ്ങ മുളപ്പിച്ചതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചെറിയ മുളയിൽ കൊണ്ടുവന്നതിന് ശേഷം അത് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഒരു 3 മാസം മുതൽ ഒരു 4 മാസം വരെ നമ്മൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ വിതരണത്തിന് കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ 3-4 മാസം പ്രായമായ തെങ്ങ് തൈകളാണ് ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഇതിന്റെ ഫസ്റ്റ് ഇതിനെ നടുമ്പോൾ നമുക്ക് എന്താണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ 4 മാസം വരെയുള്ള ഒരു പരിചരണം തീർച്ചയായിട്ടും നടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിന് 100% സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കണം. പിന്നെ അത് ഒരു 1 മീറ്റർ ആയം 1 മീറ്റർ വീതിയുള്ള കുഴിയെടുത്തതിന് ശേഷം 60 സെൻറ്റിമീറ്റർ നികത്തുക. 60 സെൻറ്റിമീറ്റർ നികത്തിയതിന് ശേഷം അതിൽ എല്ലുപൊടി, വേപ്പ് മുണ്ണാക്ക്, ചാണകപ്പൊടി, ഇതിൽ വേപ്പ് മുണ്ണാക്ക് ഒരു 400 ഗ്രാം ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലുപൊടി ഒരു 100 ഗ്രാം, പിന്നെ ചാണകപ്പൊടി ഒരു അരക്കൊട്ട ഇടാൻ പറ്റുവാണെങ്കിൽ ഒരു അരക്കൊട്ട ഇടുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതായത് ഒരു 60 സെൻറ്റിമീറ്റർ നികത്തിയതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലൊരു ചെറു കുഴി എടുത്തിട്ട് വേണം നിങ്ങൾ തെങ്ങും തൈ നടാൻ. അതായത് അതെ, അതായത് 40 സെൻറ്റിമീറ്ററേ മിച്ചം പാടുള്ളൂ. കാരണം ഇതിൻ്റെ കടഭാഗത്തിന് നന്നായിട്ട് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമാണ് ഇത് നമ്മൾ പറയുന്ന രീതിയിൽ കൃത്യസമയത്ത് കായ്ക്കുള്ളൂ. അല്ലാതെ വലിയ ആഴത്തിലേക്ക് നിങ്ങൾ കുഴിച്ചു വെച്ചുകൊണ്ട് തെങ്ങിന് യാതൊരു മെച്ചവും കിട്ടാനില്ല. ഈ 60 സെൻറ്റിമീറ്റർ നമ്മൾ നികത്തണം എന്ന് പറയുന്നത് ഇളകിയ മണ്ണും ഇതിന് വേര് വളർച്ച കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് മുളപ്പിച്ച തേങ്ങകൾ ഇപ്പോൾ ഈ പാക്കറ്റിൽ വെച്ചിരിക്കുന്നതാണ്. എത്ര ദിവസം എത്ര ദിവസത്തെ പ്രായമുള്ളത് എന്താണത്? ഇതിപ്പോൾ ഏതാണ്ട് ഒരു 10-30 ദിവസം മുതൽ ഒരു 45 ദിവസം വരെ പ്രായമുള്ള തൈകളാണ്. ഇതിപ്പോൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അതിന് ക്ഷീണം കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇല്ല, ഇതിൽ നമ്മൾ ചകിരിച്ചോറ് മാത്രമാണ് കൊടുക്കുന്നത്. വേറെ അതിൽ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിൽ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ തൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന പൊങ്ങാണ്. ഈ പൊങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളവും വളവും ഒക്കെ അതാണ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിന് കൃത്യസമയത്ത് വെള്ളം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ചകിരിച്ചോറിൽ പാക്ക് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേര് വളരുന്നത് ഏതാണ്ട് ഒരു 3 മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വേരുകൾ കാര്യങ്ങളും കൃത്യമായിട്ട് വളർന്നു തുടങ്ങും. ആ സമയത്താണ് നമ്മളിത് സപ്ലൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഇല പ്രായമാണ് ഒരു തെങ്ങിൻ തൈയെ സംബന്ധിച്ചിടത്തോളം വെക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഓഫീസ് അല്ലേ? ഇവിടുത്തെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? നമ്മുടെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഓർഡറുകൾ വരുന്നത്. ഓൺലൈനായിട്ട് കിട്ടുന്ന ഓർഡറുകൾ അത് കോൾ ചെയ്തിട്ട് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോളിംഗ് സെക്ഷൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓൺലൈനായിട്ട് ഓർഡർ എടുക്കുക എന്ന് പറഞ്ഞാലേ നമ്മൾ നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലൂടെ എന്ന് പറയുന്നു, ഇത് എടുക്കുമ്പോൾ എങ്ങനെ ആളുകൾ കമന്റ് ചെയ്യുന്നതാണോ നമ്മുടെ വീഡിയോ? അല്ല, അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. നമുക്ക് ബുക്ക് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ
ആളുകൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആളുകൾ ബുക്ക് ചെയ്യുന്നതാണ്. അതായത് 10-ൽ കൂടുതൽ തെങ്ങിൻ തൈകളാണല്ലോ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അത് ഓർഡർ ചെയ്യുന്ന ആളുകളുടെ നമ്പറും അതിന്റെ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. അത് വിളിച്ചിട്ട് നമ്മളിപ്പോൾ 7 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഡെലിവറി പറയുന്നത്. ഈ 7 ദിവസത്തിനുള്ളിൽ ഡെലിവറി കമ്മിറ്റ് ചെയ്തിട്ട് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നു. അതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വണ്ടി പോകുന്നതിന്റെ തലേദിവസം നമുക്ക് വണ്ടി വരുന്നുണ്ടെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 പേര് നമുക്ക് അഡീഷണൽ ആയിട്ടുണ്ട്. മൊത്തം 16 പേരാണ്. 12 പേര് കോളിംഗ് സെക്ഷനും പിന്നെ കൺഫർമേഷൻ സെക്ഷനിൽ 4 പേരടക്കം 16 പേരാണ് ഇപ്പൊ കോളിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. അതിന് മാത്രം 16 ആൾക്കാരുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം അത്രയും കൂടുതൽ ഓർഡറുകളാണ് നമുക്ക് വരുന്നത്. ഏകദേശം 50,000-ഓളം തെങ്ങിൻ തൈകൾ, അതായത് 5,000-ഓളം കസ്റ്റമേഴ്സ് എന്നെ നമ്മൾ ഒരു മാസം ഡീൽ ചെയ്യുന്നുണ്ട്. ഈ 5,000-ഓളം കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ നമ്മുടെ കോളിംഗ് സെക്ഷനിൽ 16 പേര് ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത സീസണിൽ നമ്മുടെ കോളിംഗ് സെക്ഷനിലെ ആളുകളുടെ എണ്ണം കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. കാരണം ഒരു അതെ തീർച്ചയായിട്ടും ഒരു 20-25 പേരെയാണ് ഒരു ദിവസം ഒരു കോളിംഗ് സ്റ്റാഫിനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഈ ഗംഗാബോണ്ടം തെങ്ങിൻ തൈകളെ തന്നിരിക്കുകയാണ്. നിങ്ങളിൽ പലർക്കും അറിയാവുന്നുണ്ടായിരിക്കില്ല ഇങ്ങനൊരു കുള്ളൻ തെങ്ങിൻ തൈയിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ വളരെ കൗതുകമായിരുന്നു കേട്ടോ. നമ്മൾ വൈകാതെ ഇത് കായ്ച്ചു നിൽക്കുന്ന ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നുണ്ട്. അപ്പോൾ ഫിറോസ്ക ഒരു വലിയൊരു മാനസിക ധൈര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, 10 ഏക്കറോളം സ്ഥലത്ത് ഈ തെങ്ങിൻ തൈകളെ വളർത്തി വലുതാക്കി ഇപ്പോൾ കേരളമൊട്ടാകെ കൊടുക്കുന്നുണ്ട്. ആ മാനസിക ധൈര്യം എന്ന് പറയുന്നത് ഒരു മാസത്തിൽ അത്രത്തോളം തെങ്ങിൻ തൈകൾ ഇവിടെ നിന്ന് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഫിറോസ് ഖാൻ്റെ തെങ്ങിൻ തൈകൾക്ക് എന്നുള്ളത് തന്നെയാണ്. അത് ചെറിയൊരു കാര്യമല്ല. കാരണം നമ്മുടെ വരും തലമുറയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോഴത്തെ ഒരു വലിയ തെങ്ങ് വളർത്തിയെടുക്കാനോ ഇന്നത്തെ നമ്മുടെ ഈ ഇടതിങ്ങിയിട്ടുള്ള ജീവിതം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ തെങ്ങുകളെ വല്ലാതെ അല്ലെങ്കിൽ തേങ്ങയുടെ ഒരു ഉപയോഗത്തിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ വലിയൊരു പരിഹാരം തന്നെയാണ് ഇതുപോലെയുള്ള പുതിയ കാര്യങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ നമ്മളുടെ വീഡിയോകൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച പോലെ ഇതും സ്വീകരിക്കുക. ഫിറോസ് ഖാൻ്റെ തെങ്ങിൻ തൈകൾ ലോകമൊട്ടാകെ പരക്കട്ടെ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കൊണ്ട് കൊടുക്കാം. ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോ കാണാം.